ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു സ്ഥലം തേടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ട്രെയിലാണ്. ഞങ്ങൾ എപ്പോഴും ഈ ബാക്കിൽ കാണുന്ന ഹെൽബെലനിലോട്ടുള്ള ട്രെയിൽ എപ്പോഴും എടുക്കുമ്പോഴേക്കും ഞങ്ങൾ വിചാരിക്കും ഈ താഴത്തോടുള്ള ഈ മലകളുടെ ഉള്ളിലോട്ട് പോണ വഴി എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത് എന്നുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മാപ്പിനകത്ത് കുറച്ചൊന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ വഴിയുടെ അറ്റത്തായിട്ട് ഒരു ടാൺ ഉള്ളതായിട്ടാണ് നമ്മൾ കണ്ടത്. ആ ടാണിന്റെ പേരാണ് ഗ്രിസ്ഡെയിൽ ടാൺ. ഡേറ്റിന് പോകാം, ബർഗർ ഉണ്ടാക്കി തരാന്നൊക്കെയാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. അതെ ഗൈസ്, സോ ഇതൊരു ഡേറ്റ് ആണ്. നമ്മൾ ആ ടാൺ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ കൃപയ്ക്ക് നല്ല ബർഗർ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. കൃപ, എങ്ങനെയുണ്ട് ഡേറ്റ്? കൊള്ളാം, ബ്യൂട്ടിഫുൾ. എനിക്ക് അവന് പോസ് ചെയ്ത് തന്നു ഫോട്ടോ എടുക്കാൻ. പൊക്കട്ടെ, പൊങ്ങ് മുകളിലോട്ട് വെക്ക്. നമ്മളിവിടെ ഹൈക്കിങ് ചെയ്യുമ്പോഴേക്കും ഇതുപോലത്തെ കുറേ ചെറിയ ഗേറ്റുകളും ഇതുപോലത്തെ വലിയ ഗേറ്റുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ യു കെയിലെ കൺട്രീസ് ആയിട്ടിനകത്ത് ഹൈക്ക് ചെയ്യുമ്പോഴേക്കും ഇങ്ങനത്തെ ഗേറ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ചില ഡോറൊക്കെ ഇതുപോലെ പൊളിഞ്ഞ് കിടക്കുമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കയറോ അല്ലെങ്കിൽ ഹുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇത് ഓരോ ഫാമിൻ്റെയും ഓരോ പ്ലോട്ടുകളുടെയും ആടുകളെ മേയ്ക്കാനായിട്ട് അവരിങ്ങനെ ബൗണ്ടറി തിരിച്ചേക്കുന്നത്. ഈ ഗേറ്റ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെങ്ങനെ കൂട്ടം തെറ്റി വേറെ വേറെ ഡയറക്ഷനിലോട്ടായിട്ട് പോകും. ചിലയിടത്തേക്ക് ആടിൻ്റെ മേത്ത് ഇങ്ങനെ ബ്ലൂ കളറിനകത്ത്, റെഡ് കളറിനകത്ത്, ഗ്രീൻ കളറിനകത്തൊക്കെ അവരുടെ എന്താ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് ഏത് ഫാമിൻ്റെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഓ, നമ്മളങ്ങനെ ആ ബാക്കിൽ കാണുന്ന വാലിയിൽ നിന്ന് നടന്ന് കയറി ഇനിയിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മൗണ്ടൻസിൻ്റെ ഇടയിലോട്ടാണ്. നല്ല തെളിനീര് പോലത്തെ വെള്ളം. ഇതിലൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്നാന്ന് തോന്നുന്നു. സമ്മർ ആയതുകൊണ്ട് വറ്റിപ്പോയതാ. അയ്യോ, ഇത് അവിടെ ആയിട്ടൊരു ബോത്തി പോലെ എന്തോ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ആ വഴിയായിരിക്കും പോകുന്നത്, പക്ഷേ അറിയില്ല. നമുക്ക് ഇനിയും പോകാനുണ്ട് ഒരുപാട്. വഴി ഇങ്ങനെ കിടക്കുക. ബ്യൂട്ടിഫുൾ വാലി. എപ്പോഴത്തെ പോലെ തന്നെ ഈ പ്രാവശ്യവും ട്രെയില് വളരെ ക്വയറ്റാണ് കേട്ടോ. ഇത്രയും നേരമായിട്ട് ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല, ആരുമില്ല. ഈ നോക്കി, ഈ ഒരു വാലി നോക്കി, എന്ത് രസമാന്ന് നോക്കിയേ. മഞ്ഞ കളറിലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ, ഫുള്ള് ചെറിയ ചെറിയ മഞ്ഞ പൂക്കളാ. ഓ, ക്ഷീണിച്ചു. ആ മുകളിനകത്തായിട്ടൊരു വീട് പോലെ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതൊരു ബോത്തിയാന്ന് തോന്നുന്നു. അറിയില്ല, കാരണം ഇവിടെ ഈ നാഷണൽ പാർക്കിനകത്ത് അബാൻഡൻഡ് ആയി കിടക്കുന്ന കുറേ ബോത്തുകളുണ്ടാവും.
അത് ഇതുപോലെ ഹൈക്ക് ചെയ്യുന്നവരും ട്രാവൽ ചെയ്യണവർക്കൊക്കെ വെതറൊക്കെ പെട്ടെന്ന് മാറുവാണെങ്കിൽ ഒരു ഷെൽട്ടർ പോലെ കയറി നിൽക്കാനായിട്ടുള്ള സ്ഥലമാണ് ഈ ബോത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കോട്ട്ലൻഡിനകത്തും ലേക്ക് ഡിസ്ട്രിക്റ്റിനകത്തൊക്കെ ഒരുപാട് ബോത്തീസ് ഉണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതുപോലെ ട്രെയിലിനകത്തൊക്കെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. നമുക്കപ്പോൾ നോക്കാം അതിൻ്റെ ഉള്ള ആൾക്കാരുണ്ടോ, അതെന്താ സെറ്റപ്പ് എന്ന്. ഇതൊരു മോണുമെന്റ് പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. റിച്ചാർഡ് റീഡ് ആൻഡ് മൈക്ക് ഇവൻസ് കിൽഡ് ഓൺ മൗണ്ട് കുക്ക്, ന്യൂസിലാൻഡ്. സോ അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്, നമുക്ക് ഉള്ളോട്ടൊന്നും കയറാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സ്പോട്ടിനകത്തായിട്ട് നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗി. കാരണം 360 ഡിഗ്രിയിൽ മലകളും ഒത്ത നടക്ക് ഈ ഒരൊറ്റ വീടായി മാത്രം. ഓ, ഇങ്ങനെ ഒരു പ്രൈവറ്റായിട്ട് വീടൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നെന്നാണെങ്കിൽ എന്ത് രസമായിരുന്നു. വെക്കേഷൻ ഹോളിഡേ ഒക്കെ ഇവിടെ വന്ന് ചില്ല് ചെയ്യായിരുന്നു. നമ്മൾ ടാൺ കണ്ടുപിടിച്ചിട്ടില്ല, നമുക്ക് ഇനിയും അങ്ങ് അറ്റം വരെ പോകാനായിട്ടുണ്ട്. നമുക്ക് നോക്കാം, മെല്ലെ നടന്നങ്ങ് എത്താം. ലെറ്റ്സ് ഗോ. അവിടെ അങ്ങ് അറ്റത്ത് നാളെ എലിവേഷൻ. ഓക്കെ, ഈ മലകളുടെ അപ്പുറത്തെ സൈഡിനകത്തായിട്ടാണ് തോന്നുന്നത്. കണ്ടത് അത് പോയി താഴത്തേക്ക് ഇറങ്ങുന്നത് ഗ്രിസ്ഡെയിൽട്ടാണോട്ടായിരിക്കും ഹോപ്പ്ഫുള്ളി. അങ്ങനെ ആയാ മതി. ക്ഷീണിച്ചാ? പിന്നില്ലേ, ക്ഷീണിച്ച്. പിന്നെ സെബാസ്റ്റ്യനൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കമ്പനിയായി. ഇങ്ങനെ ആടുകളൊക്കെ ആയിട്ട് സംസാരിച്ച് കമ്പനി അടിച്ച് നടന്നുകൊണ്ടിരിക്കുക. ആരെങ്കിലും കണ്ടാ പ്രാന്താന്ന് പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം മറ്റേ പെറ്റ് ഡിറ്റക്റ്റീവ്സ്, ഓ സോറി, ഷീപ്പ് ഡിറ്റക്റ്റീവ്, പെറ്റ് ഡിറ്റക്റ്റീവ്സ് എന്ന് പറയുന്ന സിനിമയില്ല, പക്ഷേ സോറി അത് തന്നെ. അപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷം അത് ഇംഗ്ലണ്ടിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആടുകളെ കാണുമ്പോഴേക്കും നമുക്ക് വേറെ ഒരു കണക്ഷൻ തോന്നുക. ഇപ്പോൾ അത് നമ്മുടെ ഇവിടെ ഉള്ള ഫാമുകള്, നമ്മുടെ ഇവിടെ ഉള്ള പാടം, വരമ്പ് എല്ലാം അത് തന്നെ. അതാണ് ഇപ്പോൾ ഓരോ ആടുകളെ കാണുമ്പോഴും അവർ സംസാരിക്കുന്ന വിചാരിച്ച് നമ്മളങ്ങ് സംസാരിക്കും. അതെ, അത് നല്ല പടം കേട്ടോ. നിങ്ങൾ ഷിപ്പ് ഡിറ്റക്റ്റീവ് കണ്ടില്ലെങ്കിൽ കാണും. അടിപൊളി പടം, വി റെക്കമെൻഡ് ഇറ്റ്. നമ്മളൊന്നും സംസാരിക്കാതിരിക്കുമ്പോ ശരിക്കും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടാകും ഈ ആടുകളൊക്കെ. ഇതുണ്ട്, ഇതൊക്കെ ഈ കല്ലുകൾ ഈ മലയുടെ സൈഡിൽ നിന്ന് പൊട്ടി പൊട്ടി ഒലിച്ചൊലിച്ച് വീണേക്കുന്ന കല്ലുകളുടെ ഒക്കെ സൈസ് നോക്കി ഗൈസ്. നമ്മൾ ടാണെത്തി, പക്ഷെ അവിടെയാണെങ്കിൽ ഒട്ടുക്കത്തെ തിരക്കാണ് കേട്ടോ. എല്ലായിടത്തും ടെൻറ്റുകൾ അവിടെ അറ്റത്തായിട്ട്. നമുക്കൊരു സ്പോട്ട് കണ്ടുപിടിക്കണമല്ലോ. ഒരുപാട് പേര് ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇപ്പം തന്നെ ഒരു 7 ടെൻറ്റെങ്കിലും ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്കപ്പോൾ സ്പോട്ട് കണ്ടെത്തണം. ഈ സൈഡിലോട്ട് നോക്കി, ഇതാണ് ടാൺ. താഴത്ത് ആ കാണുന്ന പോലെ ഫുൾ ക്രൗഡാണ്, കുറേ ടെൻറ്റുകളുണ്ട്. ഞങ്ങൾ കുറച്ച് മുകളിലോട്ട് കയറി, എന്നിട്ട് ഇവിടെ ഒരു സ്പോട്ട് കാണുന്നുണ്ട്. പക്ഷെ നല്ല കാറ്റുണ്ട്, പക്ഷെ രാത്രിയാകുമ്പോഴേക്കും മാറുമായിരിക്കും. നമുക്ക് നോക്കാം. ആ സ്പോട്ടിൽ നല്ലോണം കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും കാറ്റ് കൂടുവാണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ സൈഡിലോട്ടായിട്ട് ആ സൈഡിലോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞു. സൺസെറ്റിൻ്റെ സമയമാകാറായി. അതിൻ്റെ ബാക്കിലോട്ടാണ് സൺ പോണത്. ഇവിടെ നോക്കിയിട്ട് അപാര വ്യൂ. 18 ടെൻറ്റോളം ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത്രയ്ക്ക് ബിസിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കോസ്റ്റ് ടു കോസ്റ്റ് ട്രെയിൽ ചെയ്യുന്നവരാണ് കൂടുതലും ഒന്ന് ക്യാമ്പ് ചെയ്തേക്കണത്.
നമുക്ക് നോക്കാം സ്പോട്ട് കിട്ടുമോ. അങ്ങനെ ഫൈനലി നമ്മൾ വലിയ കുഴപ്പമില്ലാത്തൊരു സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്രയും ക്രൗഡോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മിക്കവാറും ആ സൈഡിലോട്ട് സൺസെറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസും ഉണ്ട്. സോ നമുക്ക് ടാൻ്റെ വ്യൂ ഉണ്ട്. നമുക്ക് ഇവിടെ പീസ്ഫുള്ളായിട്ട് കിടക്കാനും പറ്റും. അവിടെ ഭയങ്കര ക്രൗഡ്. ചിലതൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഒരു എനിക്ക് തോന്നുന്ന ഒരു ടീമായിരിക്കും, അവർ ഒന്നിച്ച് വന്നായിരിക്കും. എനിക്കല്ല മറ്റേ കോസ്റ്റ് പോണതായിരിക്കും. അതല്ല വെറുതെ ട്രെയിനിൽ ആരെയും കാണാതിരുന്ന എല്ലാവരും ഇവിടെ ടെന്റ് അടിച്ചേക്കില്ലേ, പിന്നെ ഇങ്ങനെ ട്രെയിനിൽ ആളുണ്ടാവണം. എന്റെ ദൈവമേ, അത് ഒരേപോലത്തെ പച്ച കളറിലുള്ള സെയിം ടെന്റ്. അതിങ്ങനെ മനസ്സിൽ ഓർത്തായിരുന്നു വെറുതെ ഇങ്ങനെ നടക്കുന്ന വഴിക്ക്. നമ്മളിപ്പം ട്രെയിലൊന്നും ആരുമില്ല, പീസ്ഫുൾ ആയിട്ട് ഇനി ചെല്ലുമ്പോൾ ഒരു 4 ടെന്റ് ഉണ്ടാവണം അല്ലേ. ഞാൻ പറയാതിരുന്നു, ഇനി പറഞ്ഞിട്ട് അങ്ങനെ സംഭവിക്കണ്ടല്ലോ എന്ന് ഓർത്ത്. പക്ഷെ നമ്മള് മേളിലോട്ട് കയറി ടാൻ കണ്ടെന്ന് സർപ്രൈസ് ആയി. തൊട്ടടിയില് അത്രയും ടെന്റുകളെ കണ്ടപ്പോ അതിനേലും വലിയ സർപ്രൈസ് ആയി. ട്വിസ്റ്റ്. യെസ്, നമ്മുടെ ബർഗർ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കൃപ, എങ്ങനെയുണ്ട് ഡേറ്റ്? കൊള്ളാം, ബ്യൂട്ടിഫുൾ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യം കുറെ ടെന്റ് കണ്ടപ്പോൾ നമ്മളൊന്ന് പതറിയെങ്കിലും ഇങ്ങോട്ട് മുകളിലോട്ട് വന്ന് ഈ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചതും ആ സൺസെറ്റ് പിടിച്ചതും അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഇനി നന്നായി ഭക്ഷണം കൂടി കഴിച്ചാൽ സെറ്റ്. ഇങ്ങനെ യെസ്, അങ്ങനെ ബർഗർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കൃപ, എന്താണ് അഭിപ്രായം? യമ്മി. വീട്ടിലുണ്ടാക്കുമ്പോ പോലെ ഇത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല, വിഷയം. പക്ഷെ എമ്മിൽ എന്ത് എപ്പൊ സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലും സൂപ്പറാണ്, അത് വേറെ കാര്യം. ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം ഇപ്പോൾ 4:45 കഴിഞ്ഞു, 5 മണിയാകുന്നു. ഞങ്ങൾ രാവിലെ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നു. ഇവിടെ ഇതാ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. ആ താഴത്ത് അടിച്ചിരുന്ന ടെൻറ്റുകൾ എല്ലാം പോയിട്ടോ. ഇപ്പോൾ ഒരു 2 ടെൻറ്റ് മാത്രമേ ഉള്ളൂ അവിടെ. മറ്റേ ഗ്രൂപ്പായിട്ട് അടിച്ചിരുന്ന ആ പച്ച ടെൻ്റ് എല്ലാം പോയി. നല്ല തണുപ്പുണ്ട്, നല്ല ചെറിയ കാറ്റുമുണ്ട്. ഞാൻ ചൂടായിരിക്കുന്നു വിചാരിച്ച് ഞാൻ ഷോർട്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാരണം നല്ല തണുപ്പുണ്ട്, വിറയ്ക്കണം ഞാൻ. പക്ഷെ അവിടെ നിന്ന് വെറുതെ സീൻ വ്യൂ അങ്ങോട്ടേക്ക് ബ്യൂട്ടിഫുൾ. കൃപയാണെങ്കിൽ തണുക്കണ്, വെയിൽ വേണം എന്നും പറഞ്ഞ് മല കയറി അങ്ങ് അറ്റത്തോട്ട് പോയിട്ടുണ്ട്. ഞാനൊന്ന് അങ്ങോട്ടേക്ക് ചെല്ലാം. രാവിലെ തന്നെ കുറച്ച് സൺലൈറ്റ് കിട്ടട്ടെ. ദേ അതാണ് കേട്ടോ നമ്മുടെ ടെൻറ്റ്. നമ്മളവിടെ നിന്ന് അത്യാവശ്യം മുകളിലോട്ട് കയറി അടിച്ചിരിക്കുന്നത്. ഇവിടെ ഇരുന്നാ സണ്ണ് കാണാം കേട്ടോ. വാവ്.
യെസ് വാവ്. ഓ ഇവിടെ നിന്ന് നൈസിൽ സൺറൈസ് കാണാം കേട്ടോ. ആ സണ്ണിപ്പോൾ അത്യാവശ്യം നല്ലോണം പൊങ്ങിയിട്ടുണ്ട്. Look at this. അങ്ങനെ നമ്മൾ ടെൻ്റെല്ലാം പാക്ക് ചെയ്തു. ഇവിടെയാണ് നമ്മൾ ഇന്നലെ കിടന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ലീവ് നോ ട്രേസ്. നമ്മൾ വന്നത് ഈ സൈഡിനകത്തുള്ള വഴിയാണ്, പക്ഷെ ഈ സൈഡിലോട്ട് ഇപ്പൊ ഈ മല ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നതുകൊണ്ട് സൺലൈറ്റ് വരുന്നില്ല. അപ്പൊ നമ്മൾ നേരെ ഈ ടാണ്ട ചുറ്റിനും ഈ വഴി ഇങ്ങനെ കറങ്ങി താഴത്തോട്ട് ഇറങ്ങാൻ ഓർത്തിരിക്കുകയാണ്. സോ ആ സൈഡിനകത്താണെങ്കിൽ നല്ല സൺലൈറ്റും ഉണ്ട്. അപ്പൊ നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ടാണ്ട ആ സൈഡിൽ കൂടെ താഴത്തോട്ട് ഇറങ്ങാം. യെസ് ഗൈസ്, നമ്മളങ്ങനെ ഈ ടാൻ ചുറ്റി ഇപ്പം ഇപ്പുറത്തോട്ട് കറങ്ങി എത്തിയിട്ടുണ്ട്. ഇവിടെ പോയി ചെറുതായിട്ടൊന്ന് മുഖം കഴുകാനായിട്ട് നിൽക്കുക. ഈ വെള്ളത്തിനകത്താണെങ്കിൽ നിറച്ചു മീൻ എന്ന് പറഞ്ഞാൽ ചെറിയ മീനുകളാണ്, മറ്റേ കാലിനകത്തൊക്കെ പെഡിക്യൂർ ചെയ്യുന്ന പോലത്തെ മീനുകൾ. പക്ഷെ എന്തോരാ നോക്കി. അങ്ങനെ ഞങ്ങൾ താഴത്തോട്ട് ഇറങ്ങി ആ വീടിൻ്റെ അവിടെയായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ പോയിട്ട് നമ്മൾ ബസ് കയറി വീട്ടിലോട്ട് പോകണമായിരിക്കും. ഇന്നലെ നമ്മൾ മുകളിലോട്ട് എത്തിയപ്പോഴേക്കും ഒന്ന് ഷോക്കായെങ്കിലും നമുക്ക് കുഴപ്പമില്ലാണ്ട് മുകളിലോട്ട് കയറി നല്ല സ്പോട്ട് കിട്ടി, നല്ലൊരു സൺസെറ്റും കിട്ടി, പിന്നെ നല്ല ബർഗർ കഴിക്കാൻ പറ്റി. അത് അടിപൊളിയായിരുന്നു. അതാണ്, ഡേറ്റ് സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോയി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഫീഡ്ബാക്സോ ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ കമൻസിനകത്ത് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.